നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാങ്കേതിക തകരാർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഭാഗികമായി നിർത്തിവച്ചു. ഉടൻ പരിഹാരമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. പത്താമുദയം സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി നടപ്പിലാക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാക്ഷരതാ മിഷനുമായി ചേർന്ന്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചുട്ടുപൊള്ളി കേരളം. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. വാർത്തയിലേക്ക്. സാങ്കേതിക തകരാറിനെ തുടർന്ന് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഭാഗികമായി നിർത്തിവച്ചതായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ. പിങ്ക് കാർഡുകാർക്ക് മറ്റൊരു ദിവസം മസ്റ്ററിംഗ് നടത്തും. അരി വിതരണം 3 ദിവസം പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ചിലയിടങ്ങളിൽ അരി വിതരണം നടന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. റേഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തും. ആർക്കും റേഷൻ മുടങ്ങുന്ന അവസ്ഥ വരില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസത്തെ വിതരണം വേണ്ടിവന്നാൽ അടുത്ത മാസം ആദ്യം നടത്തുമെന്നും മന്ത്രി ജി.ആർ. അനിൽ അറിയിച്ചു. ആവശ്യം വന്നാൽ മസ്റ്ററിംഗ് 3-4 ദിവസത്തേക്ക് കൂടി നീട്ടും. ഇന്നത്തെ മസ്റ്ററിംഗ് മഞ്ഞ കാർഡുകാർക്ക് മാത്രമുള്ളതായിരുന്നു. പിങ്ക് കാർഡുകാർക്ക് മസ്റ്ററിംഗ് എന്നു മുതലാണെന്ന് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റേഷൻ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. മസ്റ്ററിംഗിനൊപ്പം റേഷൻ വിതരണം കൂടി നടന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ജി.ആർ. അനിൽ കൂട്ടിച്ചേർത്തു. മാലിന്യം വലിച്ചെറിഞ്ഞ വ്യക്തികൾക്ക് പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് ടീം. ചെങ്ങളായി പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ ചുഴലി റോഡരികിൽ മാലിന്യം തള്ളിയ അക്ഷയ്, നയന എന്നിവർക്കാണ് 5000 രൂപ പിഴ ചുമത്തിയത്. മാലിന്യം അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് 2 സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തിയിട്ടുണ്ട്. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ചെങ്ങളായി പഞ്ചായത്ത് പരിധിയിൽ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും മാലിന്യം പൊതുസ്ഥലത്ത് തള്ളിയ വ്യക്തികൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു. ചുഴലി കൊളത്തൂർ റോഡരികിൽ മാലിന്യം തള്ളിയതിന് പ്രദേശവാസികളായ എ.കെ. അക്ഷയ്, നയന എന്നിവർക്കാണ് 5000 രൂപ വീതം പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത്. മാലിന്യ ചാക്കിൽ നിന്ന് വ്യക്തികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പാർസൽ കവർ, ആശുപത്രി രേഖകൾ എന്നിവ സ്ക്വാഡ് കണ്ടെത്തി. മാലിന്യം അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് അമ്മോന്തലയിലെ ഗുഡ് വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന് 5000 രൂപയും പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിനും മലിനജലം തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതിനും തലക്കുളത്തെ ആകാശ് വുഡ് വർക്ക്സ് എന്ന സ്ഥാപനത്തിന് 20000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് പി, സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ, ചെങ്ങളായി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ടിജോ ജോർജ് എന്നിവരും പങ്കെടുത്തു. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നടന്നു. AKBRF സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി GV ശരത്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ 7 ലക്ഷത്തോളം വരുന്ന പെൻഷനേഴ്സ് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് 12ാം ഉഭയകക്ഷി കരാറിനെ നോക്കിക്കണ്ടിരുന്നത്. തീർച്ചയായും വർഷങ്ങളായി റിട്ടയർഡ് ജീവനക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ പെൻഷൻ അപ്ഡേഷൻ 30 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷവും ഒരു മാറ്റവും വരാതെ തുടരുന്ന പെൻഷൻ അപ്ഡേഷന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ജില്ലാ ചെയർമാൻ സി ഉമാവതി അധ്യക്ഷത വഹിച്ചു. AIGBRA ദേശീയ സെക്രട്ടറി K. ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. A.K. ഈശ്വർ നമ്പൂതിരി, A. ഹാരിസ്, ഉണ്ണികൃഷ്ണൻ കാളിൽ, MP പവിത്രൻ, രാമകൃഷ്ണൻ കണ്ണും, A. ദാമോദരൻ, P. ഉപേന്ദ്രൻ, TP ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി ഇടയിൽപീടിക ഭാഗത്ത് കൂത്തുപറമ്പ് എക്സൈസിന്റെ പരിശോധന. 30 കുപ്പി മാഹി മദ്യം പിടികൂടി. ഒരാൾ പിടിയിൽ. ഇടയിൽപീടിക സ്വദേശി രതീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിലെ കാർ പോർച്ചിൽ പ്ലാസ്റ്റിക് ചാക്കിൽ ഒളിപ്പിച്ചു വച്ച നിലയിൽ 500 മില്ലിയുടെ 30 കുപ്പികളിലായാണ് മദ്യം കണ്ടെടുത്തത്. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജിത് ചന്ദ്രന്റെ നേതൃത്വത്തിൽ തലശ്ശേരിക്കടുത്തുള്ള ഇടയിൽ പീടിക ഭാഗത്ത് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 30 കുപ്പികളിലായി 15 ലിറ്റർ മാഹി മദ്യം കണ്ടെടുത്തത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജിത് ചന്ദ്രൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇടയിൽ പീടിക സ്വദേശി TP രതീഷ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കാർപോർച്ചിൽ പ്ലാസ്റ്റിക് ചാക്കിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു 500 മില്ലിയുടെ 30 കുപ്പികൾ കണ്ടെത്തിയത്. രഹസ്യ വിവരം ലഭിച്ചതനുസരിച്ച് കുറച്ചു മാസങ്ങളായി ഇയാളെ കൂത്തുപറമ്പ് എക്സൈസ് നിരീക്ഷണത്തിൽ വച്ചിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജിയു, പ്രമോദ് P, കണ്ണൂർ ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാലിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രജീഷ് കോട്ടായി, വിഷ്ണു, NC സുബിൻ, M ബിനീഷ്, MA ജിജീഷ് ചെറുവായി, തലശ്ശേരി റേഞ്ചിലെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രസന്ന MK എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡിൽ ഉണ്ടായിരുന്നത്.
ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാങ്കേതിക തകരാർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഭാഗികമായി നിർത്തിവച്ചു. ഉടൻ പരിഹാരമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. പത്താമുദയം സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി നടപ്പിലാക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാക്ഷരതാ മിഷനുമായി ചേർന്ന്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചുട്ടുപൊള്ളി കേരളം. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാക്ഷരതാ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായി ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരും. അത് വലിയൊരു സാമൂഹ്യ വികസനത്തിൻ്റെ ഭാഗം തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ കേരളത്തിന് ഒരു ആമുഖം ആവശ്യമില്ലാത്ത നിലയിലുള്ളതാണ് പ്രവർത്തനം. ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ സാക്ഷരതാ മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടികളിലൂടെ നമ്മുടെ ജില്ലക്ക് ഏറ്റവും ശ്രദ്ധേയമായ അമൂല്യമായ ഒരു നിധിയായി ഈ സംരംഭത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം നേടിയെടുക്കുന്നവരുടെ ഒരു സംഗമീയത പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. വിദ്യാഭ്യാസമില്ലാത്ത ഒരു തലമുറ അത് ഏത് രാജ്യത്തിനും ഭാരമായിരിക്കും. കേരളമാണെങ്കിൽ വിദ്യാഭ്യാസ പ്രബുദ്ധരുടെ കാര്യത്തിലും രാഷ്ട്രീയ പ്രബുദ്ധരുടെ കാര്യത്തിലും സാംസ്കാരിക പ്രബുദ്ധരുടെ കാര്യത്തിലെല്ലാം തന്നെ പ്രബുദ്ധത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ പദ്ധതി വിശദീകരിച്ചു. SSCRT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ്, കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KK രത്നകുമാരി, T സരള, UP ശോഭ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നിനോജ് മേപ്പടിയാത്ത്, ജില്ലാ ആസൂത്രണ കമ്മിറ്റി വൈസ് ചെയർമാൻ T ഗംഗാധരൻ, ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ കണ്ണൂർ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ചില പദ്ധതികൾ ഏറ്റെടുക്കണം. അത്തരം പദ്ധതികളിൽ ഒന്നാണ് പത്താമുദയം എന്ന പദ്ധതി. മറ്റു ചില പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്ന് സ്മാർട്ട് ഐ ആണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും
പ്രത്യേകിച്ച് മാലിന്യം വലിച്ചെറിയുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ, അതിൽ ഏതാണ്ട് 1500ഓളം ക്യാമറ വരും എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. ഈ ക്യാമറകളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ നഗരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജില്ലയിലെ 1500 കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം മാലിന്യം വലിച്ചെറിയുന്നവർ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി കൂടി നമുക്ക് എടുക്കാൻ സാധിക്കും. കണ്ണൂർ കനകത്തൂർ ശ്രീകുറുമ്പക്കാവ് തിറ മഹോത്സവത്തിന് ഇന്നത്തോടെ സമാപനമാവും. ഇന്നലെ രാത്രി ദൈവത്താറിന്റെ 3ാം തിരുമുടി ഉയർന്നു. ഒപ്പം അങ്കക്കാരനും ബപ്പൂരാനും ഇറങ്ങി. രാവിലെ സീതയും മക്കളും, പൊന്മലക്കാരൻ, മലക്കാരി, വേട്ടക്കുരുമകൻ, നാഗകന്നി, നാഗകണ്ഠൻ, തൂവക്കാലി, ചെറിയ ബപ്പൂരാൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ബാലിസുഗ്രീവ യുദ്ധവും നടന്നു. ഇന്ന് രാത്രി ദൈവത്താറിന്റെ 4ാം തിരുമുടിയും ഉയരും. തുടർന്ന് അങ്കക്കാരന്റെ വില്ലാട്ടവും നടക്കും. വിഷ്ണുമൂർത്തിയുടെ കൂടിക്കാഴ്ചയും ഉണ്ടാകും. രാത്രി അന്നദാനവും നടന്നു. പുലർച്ചെയോടെ കാവിൽ നിന്നും ഇറങ്ങും. സംസ്ഥാനത്ത് ഉയർന്ന ചൂട്. ജാഗ്രതാ നിർദ്ദേശവുമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ചൂട് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതോറിറ്റി പറഞ്ഞു. 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. പരമാവധി ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, ചായ, കാപ്പി, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങളാണിത്. 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുക. പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീക്ക് സാധ്യതയുമുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരവും ഉറപ്പാക്കേണ്ടതാണ്. പരീക്ഷാകാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ്. ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സുരക്ഷിതരാണെന്ന് അതത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് യാത്രക്കിടയിൽ വിശ്രമിക്കാനുള്ള അനുവാദം നൽകേണ്ടതുമാണ്. പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങി സേനാംഗങ്ങൾ ഈ സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ജോലിയിലേർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയുവാൻ സഹായിക്കണം. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാക്കണമെന്ന് സംഘാടകർ ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ്. 11 മുതൽ 3 മണി വരെ കഴിവതും ഇത്തരം പരിപാടികൾ ഒഴിവാക്കണം. യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത്. വെള്ളം എപ്പോഴും കയ്യിൽ കരുതുക. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, കാഠിന്യമുള്ള മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുക. ജോലിക്കിടെ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക. ഉച്ചവെയിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കുക. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുകയും വേണം. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടുള്ളതല്ല. മഴവെള്ളം ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതണം. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണം.
സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ വീണ്ടും സർവകാല റെക്കോർഡ്. തുടർച്ചയായ 4ാം ദിവസവും മൊത്തം ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് പിന്നിട്ടു. 101.58 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ ഉപയോഗം. ഇന്നലത്തെ പീക്ക് സമയ ആവശ്യകത 5076 മെഗാവാട്ടായിരുന്നു. ബുധനാഴ്ച 5066 മെഗാവാട്ടായിരുന്നു പീക്ക് സമയത്തെ ഡിമാൻഡ്. ഉപഭോക്താക്കളുടെ സഹകരണമുണ്ടെങ്കിൽ ഈ താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കുമെന്ന് KEB അധികൃതർ പറഞ്ഞു. ഈ മാസം 11-ന് രേഖപ്പെടുത്തിയ 5024 മെഗാവാട്ടാണ് മറികടന്നത്. തിങ്കളാഴ്ചത്തെ പീക്ക് സമയ വൈദ്യുതി ആവശ്യകത 5031 മെഗാവാട്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 18-ന് രേഖപ്പെടുത്തിയ 5024 മെഗാവാട്ടാണ് മറികടന്നത്. ഉപഭോക്താക്കളുടെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കൂ എന്ന് KEB അധികൃതർ വ്യക്തമാക്കി. വൈകുന്നേരം 6-നും 11-നും ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണം. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരമാവധി മറ്റു സമയങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും KEB അധികൃതർ പറഞ്ഞു. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റു ഉപകരണങ്ങളും ഓഫ് ചെയ്യണം. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ താഴാതെ ക്രമീകരിക്കുന്നതും വൈദ്യുതി ലാഭിക്കാൻ വളരെയധികം സഹായകരമാണെന്നും KEB അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാല കലോത്സവത്തിൽ മാർഗംകളി വിധി നിർണയത്തിനിടെ പ്രതിയാക്കിയതിനെ തുടർന്ന് ജീവനൊടുക്കിയ നൃത്താധ്യാപകൻ PN ഷാജിയുടെ മൃതദേഹം ഇന്ന് രാവിലെ 8 മണി മുതൽ 10 മണി വരെ താഴെചൊവ്വ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വച്ചു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ ഷാജിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. സ്പീക്കർ AN ഷംസീർ, യുവജന കമ്മീഷൻ ചെയർമാൻ ഷാജൻ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ, മുൻ മേയർ TO മോഹനൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട കോഴക്കേസിൽ ആരോപണ വിധേയനായ വിധികർത്താവിനെ കണ്ണൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിഷം ഉള്ളിൽ ചെന്ന മരിച്ച നിലയിലാണ് ഷാജിയെ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നിരപരാധിയാണെന്നും കോഴ വാങ്ങി വിധി നിർണയം നടത്തിയില്ലെന്നുമാണ് കുറിപ്പിലുള്ളത്. ഇത് സ്ഥിരീകരിക്കുകയാണ് ഷാജിയുടെ അമ്മ ലളിതയും. മകന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും മകൻ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം സന്തോഷത്തോടെ കണ്ടിട്ടില്ലെന്നും അമ്മ പറയുന്നു. മുഖത്ത് പാടുകളുണ്ടായിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമില്ലെന്നറിയാം. മകന് നീതി കിട്ടണമെന്നും അമ്മ പറഞ്ഞു. വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്നാരോപിച്ച് യുവജനോത്സവത്തിനിടെ സംഘർഷം ഉടലെടുത്തിരുന്നു. തുടർന്ന് കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മത്സരങ്ങൾ പൂർത്തിയാകും മുൻപ് VC ഇടപെട്ട് കലോത്സവം നിർത്തിവെപ്പിക്കുകയായിരുന്നു. സ്വർണം വെള്ളി നിരക്ക്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാങ്കേതിക തകരാർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഭാഗികമായി നിർത്തിവച്ചു. ഉടൻ പരിഹാരമെന്ന് മന്ത്രി GR അനിൽ. പത്താമുദയം സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി നടപ്പിലാക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാക്ഷരതാ മിഷനുമായി ചേർന്ന്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചുട്ടുപൊള്ളി കേരളം. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.